പ്രസവം കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പാല് കൊടുക്കണം. അത് വളരെ പ്രധാനമാണ്. അമ്മയിൽ നിന്നും പ്രസവശേഷം ആദ്യം ഊറി വരുന്ന കൊളസ്ട്രം അടങ്ങിയ പാൽ നൽകുന്നതിലൂടെ നവജാത ശിശുമരണ നിരക്ക് 22% കുറയ്ക്കാനാകും. രോഗങ്ങൾ, പോഷകാഹാരക്കുറവ് എന്നിവ കുറയ്ക്കാനും മുലപ്പാൽ സഹായിക്കും. വരുന്നുണ്ട് പുതിയയാൾ കടന്നു വരുന്നുണ്ട്. ആഹാ, ഇന്നത്തെ ആൾ വന്നല്ലേ? വരട്ടെ. ഇപ്പൊ തന്നെ ആദ്യത്തെ മുലപ്പാല് കൊടുത്തോ കേട്ടോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മറക്കല്ലേ. ഇവരിതെന്താ കാണിക്കുന്നേ? എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തുന്നേ? എടാ, അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ അമ്മയുടെ നെഞ്ചിൽ നമ്മളെ കിടത്തണം. അതെന്തിനാ അങ്ങനെ കിടത്തുന്നേ? നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് പുറത്തെ ചുറ്റുപാടുമായി ഇണങ്ങണമെങ്കിൽ ഇങ്ങനെ അമ്മയുടെ ചൂട് പറ്റി കിടക്കണം. അയ്യോ, എന്നിട്ട് എന്നെ കിടത്തിയില്ലല്ലോ. അതിന്റെ കുഴപ്പമാണ് നിനക്ക് മൊത്തത്തിലൊരു ഉഷാറില്ലല്ലോ. ഇതുകൊണ്ടാ. അയ്യ, അവളുടെ ഒരു ഗമ. ദേ, അവള് പാല് കുടിക്കുന്നു. അതിനെന്താ നീ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? നിനക്കും പാല് കിട്ടിയില്ലേ? കുഞ്ഞുങ്ങളെ, ആദ്യ 1 മണിക്കൂറിലെ പാല് കിട്ടിയാൽ നിങ്ങളിതാ ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഉഷാറായി കിടക്കും. അല്ലെങ്കിൽ ആ പിള്ളേർ കിടന്ന് കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ടിരിക്കാം. നഴ്സന്മാര് വന്ന് നിങ്ങളുടെ അമ്മമാരോടും ആദ്യ മണിക്കൂറിൽ തന്നെ പാല് കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തതാണല്ലോ. എനിക്കും ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ അമ്മയുടെ പാല് കുടിച്ചപ്പോ അടിപൊളിയായി. അയ്യോ, ഇതെന്താ ഇങ്ങനെ? എനിക്കമ്മ പാല് തന്നപ്പോ ആദ്യം വന്ന പാല് പിഴിഞ്ഞു കളഞ്ഞല്ലോ. ഇവൾക്കതേ അതൊക്കെ കൊടുക്കുന്നു. അയ്യോ, അങ്ങനെ ചെയ്തൂടാ. ആദ്യം വരുന്ന മഞ്ഞ പാല് നമുക്ക് വേണ്ടിയുള്ളതാ. നമുക്ക് വേണ്ട പ്രതിരോധശേഷിയും ആരോഗ്യവും ഉണ്ടാകുന്നത് ആ പാലിൽ നിന്നല്ലേ. അമ്മമ്മ പറഞ്ഞത് കേട്ടല്ലോ, അത് കെട്ട പാലാണെന്ന്. അല്ലല്ലല്ല, ആ പാലിലാണ് ഒരു മാജിക് ഉള്ളത്. കൊളസ്ട്രം എന്നാണ് കക്ഷിയുടെ പേര്. ആ പാല് കുടിച്ച കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാ. ശോ, ആ അമ്മമ്മ മണ്ടത്തരമാണല്ലോ കാണിച്ചേ. ഇവിടെ മനുഷ്യന് പാല് തന്നെ കിട്ടിയിട്ടില്ല. അയ്യോ, എനിക്ക് വിശക്കുന്നേ. അമ്മേ, പാല് തായോ. അമ്മയും അമ്മമ്മയും ഉറങ്ങുവാണല്ലോ. എങ്ങനെ ഇവരെ ഒന്ന് അറിയിക്കുക? ഹോ, എന്റെ അമ്മമ്മയെ നോക്കിക്കേ, നല്ല ഉറക്കം. എനിക്ക് വിശക്കണോ? നീ ആ വിരലൊക്കെ വായിൽ വെച്ചൊന്ന് നുണഞ്ഞേ, അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് പാല് കുടിക്കുന്ന പോലെ അങ്ങ്